മലയാളമാണെൻ്റെ ഭാഷ, എന്തു സുഖമാണതു കേൾക്കാൻ. മലയാളം പഠിക്കാം. 10-10 ഭാഗം നമ്പർ 33 ഏവർക്കും സ്വാഗതം. 1. സേവകൻ, സേവിക. ആചാര്യൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം എന്തായിരിക്കും? ശരി ഉത്തരം ആചാര്യ ആണ്. സന്യാസി, സന്യാസിനി, സുമുഖൻ, സുമുഖി, വിരഹി, വിരഹിണി, യശസ്വി, യശസ്വിനി എന്നിവ കൂടി ശ്രദ്ധിക്കുമല്ലോ. 2. ചുവടെ കൊടുത്തവയിൽ പുല്ലിംഗ പദം ഏത്? മാനിനി, കാമിനി, മാനി, തങ്കച്ചി. ശരി ഉത്തരം മാനി ആണ്. കാമി, കാമിനി, തമ്പി, തങ്കച്ചി, മാനി, മാനിനി. ശ്രദ്ധിക്കുമല്ലോ. 3. പൂർണ്ണം എന്നതിൻ്റെ എതിർപദം. ശരി ഉത്തരം അപൂർണം ആണ്. 4. സമഗ്രം എന്നതിൻ്റെ എതിർപദം. ഉത്തരം ഭാഗികം ആണ്. ലളിതം എന്നതിന് സങ്കീർണം, കഠിനം, കർക്കശം എന്നിവ സന്ദർഭോചിതമായി എതിർപദമായി വരാം. 5. ജംഗമം എന്നതിൻ്റെ എതിർപദമായി വരാവുന്നത്. ഉത്തരം സ്ഥാവരം ആണ്. ജംഗമം ചലിക്കുന്നത്, സ്ഥാവരം ചലിക്കാത്തത് അഥവാ സ്ഥിരമായത് എന്നർത്ഥം. 6. വിയോഗം ഏതു പദത്തിൻ്റെ വിപരീതമാണ്? ശരി ഉത്തരം സംയോഗം. വിയോഗമെന്നാൽ വേർപാട് എന്നും സംയോഗമെന്നാൽ കൂടിച്ചേരൽ എന്നും അർത്ഥം. 7. സൂക്ഷ്മപേശി ചലനം, സൂക്ഷ്മദർശിനി. ഇവിടെ അടിവരയിട്ട സൂക്ഷ്മം എന്ന പദത്തിൻ്റെ വിപരീതമാകാവുന്ന പദമേത്? ശരി ഉത്തരം സ്ഥൂലം ആണ്. 8. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വിപരീതം ഉൾക്കൊള്ളുന്ന ജോഡി ഏത്? ശരി ഉത്തരം ലളിതം, കഠിനം ആണ്. സരളമെന്നതിന് ഗഹനം, സങ്കീർണം, കഠിനം എന്നിവ സന്ദർഭത്തിനനുസരിച്ച് എതിർപദമായി വരാം. സുഖരം എന്നതിൻ്റെ എതിർപദം ദുഷ്കരമാണ്. ഒരുമയുടെ എതിർപദം പലമയാണ്. 9. സരസം എന്ന പദത്തിന് എതിർപദമായി വരാവുന്നത്. ഉത്തരം വിരസം ആണ്. 10. ശീതളം എന്നതിന് ഏറ്റവും യോജ്യമായ എതിർപദം. ഉത്തരം ഊഷ്മളം ആണ്. ശീതം, ഉഷ്ണം, വികാസം, സങ്കോചം, വികസനം, സങ്കുചനം എന്നിവ കൂടി ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ലഘു വീഡിയോകൾ @ജനുമാഷ് JENUMASH എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ ഗൂഗിൾ ഷീറ്റ് ചോദ്യങ്ങൾക്ക് മലയാളം മാഷ് ബ്ലോഗിലുള്ള KTET/PSC എന്ന ലിങ്ക് സന്ദർശിക്കാവുന്നതാണ്. 12ാം ക്ലാസ് വരെയുള്ള മലയാളം പാഠപുസ്തകങ്ങൾക്കും പഠന സഹായികൾക്കും മലയാളം മാഷ് ബ്ലോഗിലേക്ക് വരാം. നന്ദി.